നാരായണ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇവിടെ ഒക്കെ ആവാമെന്നാണ് കരുതുന്നത്. കാരണം ഇന്ന് നമ്മുടെ തുടക്കമാണല്ലോ അല്ലേ. ഈ ഒരു ഊർജം വേണം അക്ഷയ തൃതീയ വരെ നിറങ്ങി നിൽക്കാൻ. എപ്പോഴും നമ്മളിവിടെ പറയാൻ പോകുന്നത് ഹരിനാമ കീർത്തനത്തെ കുറിച്ചാണെങ്കിലും ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കുന്നത്, ഗുരുവായൂരപ്പൻ എന്നെ കൊണ്ട് പറയിക്കുന്നത്, ഞാനിപ്പോ വരുന്നത് പോലും മലപ്പുറം ജില്ലയിൽ നിന്നാണ്. എനിക്കിന്ന് അവിടെ ഒരു ചെറിയ പ്രഭാഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പാസ് ചെയ്ത് വന്നത് എൻ്റെ കൂടെ ഒന്ന് പ്രസാദം അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ചോദിച്ചാൽ പറഞ്ഞുതരും. ഞങ്ങൾ പൂന്താനമില്ലം വഴിയാണ് ഇങ്ങോട്ട് വന്നത്. പൂന്താനം പറയുന്ന പ്രശസ്തമായിട്ടുള്ള വാക്യം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാം, നാണം കൈവിട്ട് കൈകൂപ്പി സ്തുതിക്കണം എന്നാണ്. നമുക്ക് ഗുരുവായൂരപ്പന്റെ നാമം ഉറക്കം പറയാൻ മടിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. നിങ്ങൾ എന്നോട് നന്ദി പറയണം ഇപ്പൊ മാത്രം. കാരണം ഭഗവാന്റെ നാമം ഒരു തവണ ഉറക്കം പറയാൻ അവസരം ഉണ്ടാക്കുന്ന ആൾക്കാരെ നമസ്കരിക്കുക. ഞാൻ അദ്ദേഹത്തെ നമസ്കരിച്ചെന്നാണ് ഇത്ര നേരം ഗുരുവായൂരപ്പനെ കുറിച്ച് സ്മരിക്കാൻ, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിച്ചു. ഈ പ്രഭാഷണമൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഭഗവാന്റെ നാമം ഒരിക്കലും ഉറക്കെ സംസാരിക്കുന്നത്, അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് പറയാൻ സാധിക്കട്ടെ. അതുകൊണ്ട് ഒരു തവണ കൂടി ഉറക്കെ ഭഗവാന്റെ നാമം, നിങ്ങൾ ചൊല്ലുന്ന നാമത്തിന്റെ പ്രത്യേകത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നാണ്. ഗോവിന്ദ ശബ്ദം ഗുരുവായൂരപ്പന് അത്രയധികം ഇഷ്ടമുള്ള ഒരു ശബ്ദമാണ്. അത്രയധികം ഇഷ്ടം. കാരണം ഗുരുവായൂരപ്പനെ ഗോവിന്ദ എന്ന് വിളിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരാത്? പുതിയ കുട്ടികളൊക്കെ പറയുന്നതാണ് ഞാൻ കരുതുന്നത്. ദ്രൗപദി. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിയുടെ പ്രാർത്ഥന എന്താണ്? ഭാഗവതം കേൾക്കുന്ന ആൾക്കാരാണ് എല്ലാവരും, മഹാഭാരതമൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ്. ദ്രൗപദി വിളിക്കുന്നത് ഗോവിന്ദ ദ്വാരകാവാസിൻ എന്നാണ്. ആ ഒറ്റ വിളിയാണ് ദ്വാരകയിൽ ഇരുന്ന് ഊണ് കഴിക്കുന്ന ഗുരുവായൂരപ്പനെ ഒരു വസ്ത്ര കച്ചവടക്കാരനായിട്ട് മാറ്റിയത്. അതുകൊണ്ട് നാമത്തിന്റെ പ്രശസ്തി, ഗോവിന്ദ നാമ മഹിമന്നെ പറഞ്ഞാൽ തീരില്ല. അങ്ങനെയുള്ള നാമമാണ് ഒന്ന് പറയാനുള്ള ഒരു ഭാഗ്യം ഇവിടെ നിന്ന് ഗുരുവായൂരപ്പൻ തരുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സന്തോഷം, കുറച്ചുകൂടെയൊക്കെ ശബ്ദം കൂടി എന്നാണ് ഞാൻ കരുതുന്നത്. ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ ഇച്ഛ കൊണ്ട് കയ്യിൽ ബലരാമ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്താൻ സാധിച്ചതിലും, ഇവിടത്തെ ഭജനോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും, ഗുരുവായൂരപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ അല്പസമയം കാണാനൊക്കെയുള്ള അവസരം തന്ന ഗുരുവായൂരപ്പനും, ഒപ്പം ഗുരുവായൂരപ്പന്റെ ദാസന്മാരായി ക്ഷേത്രത്തിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന അമ്മമാര്, ചേട്ടന്മാര്, കുട്ടികൾ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷം ഇവിടെ എത്താൻ സാധിച്ചതിൽ. ഭഗവാന്റെ ഏട്ടനും ഭഗവാനും ഒരുമിച്ച് സാന്നിധ്യം ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഞാനിവിടെ വന്നപ്പോ ചന്ദ്രേട്ടൻ, അദ്ദേഹമാണ് ഞാനായിട്ട് സംസാരിച്ചിരുന്നത്. അപ്പോൾ എനിക്കൊരു പിക്ചർ തന്നിരുന്നു അമ്പലത്തെ കുറിച്ച്. ഇങ്ങനെയാണ്, വളരെയധികം ഗ്രാമപ്രദേശമാണ്, ആളുകളൊക്കെ തന്നെ നിസ്വാർത്ഥമായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന സ്ഥലമാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ, കൃഷ്ണ അങ്ങുണ്ടല്ലോ, ഗുരുവായൂരപ്പ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എന്താണോ ഞങ്ങളെ കൊണ്ട് തരാൻ സാധിക്കുന്നത് അത് ഞങ്ങൾ തന്നോളാം. അങ്ങനെ ഗുരുവായൂരപ്പനെ ഏട്ടനെ നോക്കുന്ന നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ കാൽക്കൽ ഞാൻ നമസ്കരിക്കുന്നു. കാരണം ഭഗവാന്റെ അവതാര സമയത്ത് ഭഗവാനോളം സ്നേഹിച്ച നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. സുധാമാവാണെങ്കിലും അർജുനനാണെങ്കിലും ഓരോരുത്തരുടെ പേരും പറഞ്ഞാൽ തീരില്ല. അവരൊക്കെ ഭഗവാനേക്കാൾ പ്രിയപ്പെട്ടവരായിരുന്നു. ഭഗവാന്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള വാക്യം ഉണ്ടല്ലോ, അഹം ഭക്തപരാധീന എന്നാണ്.
ഞാൻ എൻ്റെ ഭക്തന്മാരിൽ പരാധീനനാണ്. എനിക്ക് എൻ്റെ ഭക്തന്മാർ ചോദിച്ചാൽ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്തന്മാരുടെ വേലക്കാരനാണെന്നാണ് ഗുരുവായൂരപ്പൻ പറയുക. ഒന്നുകൂടെ കടത്തി പറയും ഭഗവാൻ, ഞാൻ എൻ്റെ ഭക്തന്റെ ദാസന്റെ ദാസന്റെ ദാസനാണ് എന്നാണ് ഭഗവാൻ പറയുക. അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാര് നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. ഭഗവാൻ ജീവനോളം അല്ലെങ്കിൽ ജീവനേക്കാൾ സ്നേഹിച്ച ആൾക്കാർ. പക്ഷെ എന്തുകൊണ്ടോ മഹാത്മാക്കളൊക്കെ തന്നെ ഒന്ന് മാറ്റിവെച്ച ശ്രീശുഖ ബ്രഹ്മർഷി ആണെങ്കിലും വേദവ്യാസ മഹർഷി ആണെങ്കിലും എഴുത്തച്ഛനാണെങ്കിലും എല്ലാവരും ഒന്ന് മാറ്റിവെച്ച ഒരു സ്നേഹമായിരുന്നു ഭഗവാന്റെ ഏട്ടനോടുള്ള സ്നേഹം, ബലരാമസ്വാമിയോടുള്ള സ്നേഹം. കേരളം ഇന്നത്തെ കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പന്റെ ഏറ്റവും അധികം ഓർക്കേണ്ട അവതാരങ്ങൾ ഏതാ എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രഥമ പരിഗണനയിൽ വരുന്ന ഒന്നാണ് ബലരാമൻ. ഭഗവാൻ അവതരിച്ച് ഭഗവാനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഭഗവാന്റെ വളർച്ചാ സമയത്താണ് ഗർഗ മഹർഷി നന്ദഗോപരുടെ വീട്ടിലേക്ക് വരുന്നത്. നന്ദഗോപരുടെ വീട്ടിലേക്ക് വന്ന ഗർഗ മഹർഷി കുട്ടികൾക്ക് പേരിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആദ്യം ഏട്ടനായിട്ടുള്ള കുട്ടിയെയാണ് എടുത്ത് മടിയിൽ വയ്ക്കുക. നല്ല ബലമുള്ള മുഷ്ടികൾ കൊണ്ട് കൈകാലിട്ടടിക്കുന്ന ഒരു കുട്ടി, നല്ല വെളുത്തൊരു കുട്ടി, ഒരു നീല പട്ട് ചുറ്റിയൊരു കുട്ടി, കണ്ണിൽ എന്തെന്നില്ലാത്ത തേജസ്സുള്ള ഒരു കുട്ടി. കുട്ടിയെ കണ്ട ഉടനെ തന്നെ ഗർഗ മഹർഷിക്ക് തോന്നി, യാദവന്മാരുടെ ആചാര്യനായിരുന്നു അദ്ദേഹം, ഇവന് ബലം കൊണ്ട് വളരെയധികം കേൾവി കേൾക്കും, അതുകൊണ്ട് ഇവന് ബലൻ എന്നും ആളുകളെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ട് ഇവന് രാമൻ എന്നും ഞാൻ പേര് കൊടുത്തു. അങ്ങനെ നമ്മളത് ചേർത്ത് ബലരാമൻ എന്ന പേരായി എന്ന് സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞാണ് ഭഗവാനെ എടുത്ത് മടിയിൽ വയ്ക്കുന്നത്. ഗർഗ മഹർഷി ആലോചിക്കുന്നത്, സഹസ്രനാമങ്ങൾ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിലും അതിലൊന്നും തീരണതല്ല ഗുരുവായൂരപ്പന്റെ നാമങ്ങളുടെ എണ്ണം. ഇത്രയധികം നാമങ്ങളുള്ള ഭഗവാനെ അവിടത്തേക്ക് ഒരു പേരിടാനുള്ള ഒരു ഭാഗ്യം അവിടെ നിന്ന് എനിക്ക് തന്നല്ലോ. അങ്ങനെയാണ് എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്ന തരത്തിൽ കൃഷ്ണൻ എന്ന് പേരിടുന്നത്. രാമകൃഷ്ണന്മാർ. നമ്മൾ പൊതുവിൽ കലിയുഗ സന്ദരണി മന്ത്രം, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മന്ത്രം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരൊക്കെ ശിവയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങി ആനപ്പുറത്ത് പോകുമ്പോ ചുറ്റും പുറകില് കൈ കൊട്ടിക്കൊണ്ട് പാടി പാടി പോകുന്ന സജ്ജനങ്ങളുണ്ട്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാം ഭഗവാന്റെ നാമാണ്. ഹരേ എന്ന് പറഞ്ഞാലും രാമ എന്ന് പറഞ്ഞാലും കൃഷ്ണ എന്ന് പറഞ്ഞാലും ഏതാണ്ട് എനിക്ക് തോന്നുന്നു 16 തവണ ആ മന്ത്രം ചൊല്ലുമ്പോൾ ഭഗവാന്റെ നാമം നമ്മൾ സ്മരിച്ചു. ആ രാമൻ ഭഗവാന്റെ ധർമ്മസ്വരൂപമായിട്ടുള്ള അവതാരമായിട്ടുള്ള രാമനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇവിടെ കയ്യിൽ വിശേഷമായിട്ടും ഭഗവാന്റെ ഏട്ടൻ ആയിട്ടുള്ള രാമനായിട്ടും നമുക്ക് കണക്കാക്കാം. കാരണം ഭാരതീയ സങ്കല്പങ്ങളിൽ കേരളീയ പാരമ്പര്യം അനുസരിച്ച് 8ാമത്തെ അവതാരം ബലരാമസ്വാമിയാണ്, അല്ലെ? 9ാമത്തെ അവതാരം ശ്രീകൃഷ്ണൻ, 10ാമത്തെ അവതാരം കൽക്കി. നിങ്ങൾ മറ്റു ചില സമ്പ്രദായങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ബലരാമസ്വാമിയെ ഭഗവാന്റെ അവതാരമായിട്ട് പറയില്ല. അവിടെ 8ാമത്തെ അവതാരം കൃഷ്ണനാണ്, 9ാമത്തെ അവതാരം ബുദ്ധനാണ്, 10ാമത്തെ അവതാരം കൽക്കി. അവര് ബലരാമനെ കൂട്ടില്ല, അവതാരങ്ങളിൽ കൂട്ടില്ല. പക്ഷെ നമ്മള് ഭഗവാന്റെ അവതാരങ്ങളിൽ കൂട്ടിയിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. അങ്ങനെയുള്ള ഭഗവാൻ ബലരാമസ്വാമി പ്രധാന മൂർത്തിയായിട്ടുള്ള ഒരു ശ്രീകോവിൽ, എത്രയോ പഴക്കമുള്ള ഒരു ക്ഷേത്രം, എത്രയോ മഹാത്മാക്കൾ വന്നു പോയിട്ടുള്ള ഒരു സ്ഥലം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നിർമ്മലാനന്ദപുരി സ്വാമിയുടെ പോലെയൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നൊരു സ്ഥലം, നാമസങ്കീർത്തനത്തിനും ഭജനയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ബലരാമനെ നന്നായി ഓർക്കണം എന്നുള്ളതാണ്. ഒന്ന്, കേരളീയരായിട്ടുള്ള ആളുകളുടെ ഒരു പ്രശ്നമാണ്, നമുക്ക് അമിത വിനയം കൂടിപ്പോയി. എല്ലാത്തിലും നമ്മുടെ പ്രശ്നം എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, അയ്യോ ഞാൻ എന്ത് ചെയ്യാനാണ്, അയ്യോ എനിക്കിതൊക്കെ സാധിക്കൂ. അവനവന്റെ കഴിവിൽ ഏറ്റവും അധികം വിശ്വാസമില്ലാത്തൊരു വിഭാഗം ആളുകളായിട്ട്
മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ സദസ്സിൽ നിന്ന് ഒരു കുട്ടിയെ വിളിച്ച് ഇവിടെ വന്ന് കുട്ടാ ഒരു 4 നാമം ചൊല്ലുമെന്ന് പറഞ്ഞ എത്ര പേര് വരും? കുട്ടികളെ ഞാൻ വിളിക്കില്ല, കാരണം അവർ വരും. നമ്മൾ പ്രായമായ ആൾക്കാരെ വിളിച്ചാലോ പല ആൾക്കാർക്കും മടിയാണ്. അയ്യോ ഞാനിപ്പോ വന്നിട്ട് എന്ത് ചൊല്ലാനാ? ഈ ബലം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രം ഉണ്ടാവേണ്ടതല്ല, മനസ്സിനുള്ള ബലം ഉണ്ടാവണം അല്ലെ? ഏറ്റവും അധികം നമുക്ക് ബലം വേണ്ടത് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനാണ്. എത്രയോ മഹാത്മാക്കള്, എത്രയോ ആളുകൾ. നിങ്ങൾ ഗുരുവായൂർ വരും, വീൽ ചെയറിൽ ഇരിക്കുന്ന അമ്മമാരെ നിങ്ങൾക്ക് ഒരുപാട് കാണാം ഗുരുവായൂർ. 90-95 വയസ്സായ ആൾക്കാർ, അവര് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഉറക്ക നാമം ചൊല്ലും, കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കുന്നതേക്കാം. ശരീരത്തിന്റെ പല ഭാഗങ്ങളും അനങ്ങില്ല. പല ഭാഗങ്ങളും അനക്കിയാൽ അതികഠിനമായിട്ടുള്ള വേദന തിന്നുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ശരീരത്തിന്റെ ബലമല്ല അവർ നോക്കുന്നത്, മനസ്സിന്റെ ബലമാണ്. ബലരാമസ്വാമിയെ സ്മരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കാരണം മനോബലം കുറവായിട്ടുള്ള ഒരു തലമുറ ജീവിച്ചു വരുന്ന ഒരു സമയമാണ്. മനോബലമില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും ജീവിതത്തിൽ വിഷമം ഉണ്ടാവുമ്പോൾ ആദ്യം ഓടി ഈ വിഷമം മാറ്റാൻ ലഹരി ഉപയോഗിച്ച് സാധിക്കുമെന്ന് നോക്കുന്നത്. ആദ്യത്തെ പരിഗണന അതിന്. രണ്ടാമത്തെ വിഷയമാണ് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് ഇനി ജീവിതം മുന്നോട്ടില്ല എന്ന് കരുതി ഏത് കഴുക്കോലിനാണ് ബലം എന്ന് നോക്കുന്നത്. ശരീരത്തിന് ബലമില്ലാണ്ട് ആത്മഹത്യ ചെയ്ത് ആരെങ്കിലും നിങ്ങൾക്ക് അറിയൂ? ഉണ്ടോ? ശരീരത്തിന് ബലക്കുറവുണ്ടായി സ്വന്തം ജീവൻ അവസാനിപ്പിച്ച ഒരാളുണ്ടോ? ഇല്ല. എല്ലാവരും സ്വന്തം ജീവൻ എത്രയോ മനുഷ്യജന്മം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ജന്മങ്ങൾ കഴിയണം? അങ്ങനെ കിട്ടിയ ഒരു മനുഷ്യജന്മത്തെ സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിച്ച മനുഷ്യരെല്ലാവരും അവനവന്റെ ജന്മം നശിപ്പിച്ചത് മനസ്സിന് ബലമില്ല. മനസ്സിന് ബലം ഉണ്ടാവാൻ സ്മരിക്കാൻ പറ്റിയ ആളാണ് ഭഗവാൻ ബലരാമസ്വാമി. പ്രത്യേകിച്ച് ഭഗവാന്റെ ഈ കംസനെ നിഗ്രഹിക്കാൻ പോകുന്ന സമയത്ത് കുവലയാപീഠം എന്ന് പറയുന്ന ഒരു ആനയെ ഭഗവാൻ വധിച്ച് ഒരു ആനക്കൊമ്പ് അനിയനും ഒരാനക്കൊമ്പ് ഏട്ടനും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭഗവാന്റെ കയ്യിലും ഒരു ആനക്കൊമ്പ് ഉണ്ടാവും, ഏട്ടന്റെ കയ്യിലും ഒരു ആനക്കൊമ്പ് ഉണ്ടാവും. കംസന്റെ മതയാന കുവലയാപീഠം, അതിനെ വധിച്ച അവരുടെ രണ്ടുപേരുടെയും രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു ഭാഗ്യം അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറാത്തതായിട്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ഹരിനാമകീർത്തനത്തിലേക്ക് വരാം. ഞാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതുന്നു. കാരണം നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് പോയപ്പോൾ ഒരു അമ്മയും കുട്ടി എന്നെ കാണാൻ വന്നിരുന്നു. ഒരമ്മ, ഒരു കുട്ടി. ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. ആ കുട്ടി അവിടുത്തെ സംഘാടകരായിട്ടുള്ള ആൾക്കാർ, ഞാൻ പ്രഭാഷണത്തിന് മുമ്പായിട്ട് റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് അവരോട് ചോദിച്ചു, എന്നെ വ്യാസനെ ഒന്ന് കാണാൻ. എനിക്കങ്ങനെ ആരെയും കാണാൻ ഇന്ന അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ അവര് ചോദിച്ചു കാണാൻ വന്നോട്ടെ. അവര് പറഞ്ഞു ഒരാൾ വരുന്നുണ്ട്, വരട്ടെ ഒന്നോളൂ. ഞാൻ റൂമിലിരിക്കുന്നുണ്ട്, ഒരു അമ്മയും മോളും കൂടെ ആണ് വരുന്നത്, ഒരു മോളാണ്. ആ അമ്മയും മോളും എന്റെ റൂമിൽ കയറി ഉടനെ ഈ കമ്മിറ്റി ഭാരവാഹി ഞങ്ങൾ ഇരുന്നിരുന്ന റൂം പുറത്തുനിന്ന് പൂട്ടി. എന്താ സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഒരു റൂമിനകത്ത് ഞാനും ആ അമ്മയും ആ കുട്ടിയും മാത്രമേ ഉള്ളൂ. ആ പൂട്ടിന്ന് ഉറപ്പ് വരുത്തിയ ഉടനെ ആ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയുക ചെയ്തത്. ആദ്യം തന്നെ പറഞ്ഞത് വ്യാസങ്ങളോടൊന്ന് സംസാരിക്കണം, ഇവൾക്ക് ഇപ്പോഴാണ് ബോധമുള്ളത്. ഇപ്പോഴാണ് ഈ കുട്ടിക്ക് ബോധമുള്ളൂ, ഇപ്പൊ സംസാരിച്ചു. ഇവളെ നേരെയാക്കണം. ഇവൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവൾക്ക് തന്നെ അറിയില്ല. ഞാൻ ആ മോളോട് ചോദിച്ചു, മോളെ അമ്മ പറയുന്നത് ശരിയാണോ? മോൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ? ആ കുട്ടി പറഞ്ഞത് ഒരു മടിയില്ലാതെ ഉണ്ടേട്ടാന്ന്. എന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്തിനാണ് മോളെ ഇത് ഉപയോഗിക്കുന്നത്? എന്താണ് ഇത് ചെയ്തിട്ട് കിട്ടുന്നത്? എന്നോട് ആ കുട്ടി വാദോരാതെ സംസാരിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ഏട്ടാ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മയും കാണുന്ന പോലെ ഒന്നല്ല. ഇപ്പൊ ഈ കരയും പിഴിയും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ എന്തൊക്കെ ചെയ്യാൻ ഏട്ടൻ അറിയും? എനിക്ക് ചെറുപ്പം മുതലേ അച്ഛനില്ല, എന്നെ അച്ഛനെ നോക്കണ്ടായിട്ടില്ല. അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ്? എനിക്കൊരു പ്രണയം ഉണ്ടായി, അവസാനം എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്ന ഒരാൾ വന്നിരുന്നു, അയാളും ഇപ്പൊ എന്നെ ഇട്ടിട്ട് പോയി. ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കണം ഏട്ടാ? ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, എപ്പോഴും കണ്ണിൽ നിന്ന് ധാരായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പൊ എനിക്ക് എന്ത് വേണം? ഈ വിഷമങ്ങളെ മറക്കണം. അതിന് എന്റെ കൂട്ടുകാർ പറഞ്ഞ വഴിയാണിത്. ഇത് കഴിച്ചാൽ കുറച്ച് നേരത്തേക്ക് എനിക്കൊരു വിഷമം ഉണ്ടാവില്ല, വിഷമങ്ങളൊക്കെ മറക്കാൻ സാധിക്കും. ആ മോളോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ, മോളെ നിനക്ക് ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് എത്ര സമയം വിഷമം മാറുന്നുണ്ട്? ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി അമൃതം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.